ബിഗ് ബോസ് സീസൺ 7 21ാമത്തെ ദിവസം ലാലേട്ടൻ കൂടിയുള്ള വീക്കെൻഡ് എപ്പിസോഡ്സിൽ 2ാമത്തെ ദിവസം. ഈ വീഡിയോ ഇത്രയും ലേറ്റ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് അൽഫോൺസ് പുത്രന് സംഭവിച്ചതുപോലെ കണ്ണപ്പ എന്ന സിനിമയ്ക്ക് സംഭവിച്ച പോലെ നമുക്ക് ഫയൽ മിസ്സായിപ്പോയി എന്നുള്ളതാണ്. ഞാൻ കാര്യമായിട്ട് ഷൂട്ട് ചെയ്ത് ഈ ഫയലൊക്കെ കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഡെസ്ക്ടോപ്പിൽ ഒരുപാട് ഫോൾഡർ എല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാം. അങ്ങനെ അറേഞ്ച് ചെയ്ത് ആവശ്യമില്ലാത്തൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സംഭവം ഡിലീറ്റ് ആയിപ്പോയി. ഷിഫ്റ്റ് ഡിലീറ്റ് അടിച്ചാണ് വിട്ടത്. പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഭയങ്കര മടുപ്പായിപ്പോയി. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റിൻ്റെ എക്സ്പ്ലനേഷൻ ഒരു വീഡിയോ ആണെങ്കിൽ അത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഏതാണ്ട് 1.5 മണിക്കൂർ എടുത്തിട്ടാണ്. എന്നിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് നിങ്ങളിതിങ്ങനെ കാണുന്നത്. കാര്യം നമുക്കൊരു പോയിന്റ് മിസ് ചെയ്യാൻ പറ്റില്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് വിട്ടാൽ പോരല്ലോ. ഓരോരുത്തരുടെ സ്ട്രാറ്റജീസ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ പറയേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് സമയം എടുത്ത് ഷൂട്ട് ചെയ്തിട്ടാണ് അത് എഡിറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടാമത് അത്രയും എഫേർട്ട് ഇടാനുള്ള മടി ഒരു കാരണമാണ്. എന്തായാലും എന്തെങ്കിലുമൊക്കെ ഫയൽ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് മാക്കിലാണെങ്കിൽ കമാൻഡ് ഡിലീറ്റ്, PC-യിലാണെങ്കിൽ ഷിഫ്റ്റ് ഡിലീറ്റ് അടിക്കുന്നതിന് മുമ്പ് ആദ്യം ഡിലീറ്റ് ചെയ്യുക. അത് റീസൈക്കിൾ ബിന്നിൽ കിടക്കട്ടെ, പിന്നെ ആവശ്യം വന്നാൽ നമുക്ക് തപ്പിയെടുക്കാമല്ലോ എന്ന് ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 21ാമത്തെ ദിവസത്തേക്ക് കടക്കുകയാണ്. ലാലേട്ടൻ അദ്ദേഹം ഒരു കുർത്തയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവരൊരു ഓണപ്പാട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഈ ഓണപ്പൂക്കൾ, അത് ഓണത്തിന് പൂക്കളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന നാടൻ പൂക്കളുടെ ശബ്ദ വികിരണങ്ങൾ, അതിൻ്റെ എന്തോ ടെക്നോളജി പരിപാടിയൊക്കെ ഉണ്ട്. എന്തായാലും അങ്ങനെ എടുത്തിട്ടുള്ള സൗണ്ട്സും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാട്ട്. അപ്പോൾ ആ പാട്ട് ഇവരെ കേൾപ്പിക്കുക, നമ്മളെ കാണിപ്പിക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ ആ പാട്ടിൽ പറയുന്നത് പോലെ തുമ്പയും ശംഖുപുഷ്പവും അങ്ങനെയുള്ള കുറേ പൂക്കളൊക്കെ ഇങ്ങനെ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു കുർത്തയായിരുന്നു. കുർത്ത നല്ലതായിരുന്നു, പക്ഷേ എംബ്രോയിഡറി ഇങ്ങനെ തിരക്കിട്ടവർ ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് അത്ര അങ്ങോട്ട് ഗംഭീരമായിട്ട് തോന്നിയില്ല. പക്ഷേ തലേന്നത്തെ ലാലേട്ടൻ്റെ ഡ്രസ്സ് ഒരു രക്ഷയില്ലായിരുന്നു. എന്തായാലും പാട്ടൊക്കെ കേൾപ്പിച്ചതിന് ശേഷം ലാലേട്ടൻ നേരെ ഓണപരിപാടികൾ എന്തൊക്കെയാണ്, നമുക്ക് ഹൗസിൽ ഓണപരിപാടി വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. ഓണത്തല്ല് വേണ്ട എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ആ ഹൗസിൽ ഇപ്പോൾ ആൾക്കാർ മുന്നോട്ട് പോകുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഓണത്തിന് സദ്യ വെക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സദ്യ വെക്കണം എന്ന് പറയുന്നുണ്ട്. ലാലേട്ടൻ അന്നേരം ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഈ കിച്ചണിൽ തന്നെയല്ലേ വെക്കുന്നത്, നന്നായിരിക്കും എന്നുള്ളതാണ്. അവിടുത്തെ ഹൈജീൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരവും പരിതാപകരം എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ്. എന്തായാലും കിച്ചണിൽ നിന്ന് ആരംഭിക്കുന്നതുകൊണ്ട് തന്നെ ലാലേട്ടൻ കിച്ചണിലെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ അനുമോളുടെ കണ്ണീരിട്ടാണോ കറി വെക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ്. അനുമോൾ അവിടെ നിന്ന് കരയുന്നതിനെ, കണ്ണീര് വീഴാതെ കുക്ക് ചെയ്യും എന്നൊക്കെ അനുമോൾ പറയുന്ന സമയത്ത് മാറി ഇന്ന് ഇങ്ങനെയാണോ കരയുന്നത് എന്ന് ലാലേട്ടൻ ഒരു ആക്ഷൻ ഇട്ട് ചോദിക്കുന്നുണ്ട്. ക്യാമറയിൽ കൃത്യമായി കാണുന്ന രീതിയിൽ കരയുകയാണോ എന്നൊരു സർക്കാസ്റ്റിക് സംഭവം അതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തു. കിച്ചൺ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഓരോന്നിനെ കുറിച്ചും ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. കിച്ചണിൽ ഫുഡ് ലേറ്റ് ആയതിനെ കുറിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞ് ജിസൈൽ കാപ്പിപ്പൊടി മുക്കിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജിസൈൽ പറയുന്നത്, ജിസൈൽ കിച്ചൺ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 3 പാക്കറ്റ് കാപ്പിപ്പൊടി കിട്ടി അത്രേ. അതിൽ 2 പാക്കറ്റ് ജിസൈൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അത്രേ. അതിന് ജിസൈൽ പറയുന്നത് ശുഷിച്ചു വെച്ചു എന്നുള്ളതാണ്. ജിസൈലിൻ്റെ സംസാരത്തിൽ പലപ്പോഴും ഫീൽ ചെയ്യുന്നൊരു കാര്യം, ലാലേട്ടൻ വരുമ്പോൾ കുറച്ചും കൂടി ഒരു ക്യൂട്ട്നെസ് അവിടെ ആഡ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ലാലേട്ടൻ വരുമ്പോൾ എല്ലാവർക്കും ഒരു വിനയം വരും. പക്ഷേ ഈ സംസാരത്തിൽ സാധാരണ ഉള്ളതിലും കുറച്ചും കൂടി ഒരു എഫേർട്ട് ഇട്ട് അതിനൊന്ന് പോളിഷ് ചെയ്തെടുക്കുക, ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ജിസൈലിൻ്റെ സംസാരത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ജിസൈൽ ചെയ്ത കാര്യം 2 പാക്കറ്റ് എടുത്ത് മാറ്റി വെച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അപ്പാനി ശരത്ത് ഇവിടെ കാപ്പിപ്പൊടി തീർന്നു എന്ന് പബ്ലിക്കായി പറഞ്ഞതാണ്, എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ കാപ്പിപ്പൊടി തീർന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കാപ്പി ഇട്ടുകൊണ്ട് വരുന്നു എന്നുള്ള രീതിയിൽ ശരത്ത് ആ വിഷയത്തിനെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജിസൈൽ പറയുന്നു അത് ഭരണിയിലുണ്ടായിരുന്നു, അതെന്താ പറയാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ജിസൈലിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച തെറ്റ്, ജിസൈൽ ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കിച്ചൺ ഡീൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കിട്ടിയ പാക്കറ്റുകൾ 2 ഒളിപ്പിച്ചു വെച്ചു. അത് ഈ കക്കുന്നത് പോലെ തന്നെയുള്ളൊരു പരിപാടിയാണ്. അതിനുശേഷം അടുത്ത കിച്ചൺ ടീം വരുമ്പോൾ ഈ മിച്ചമുള്ള സാധനങ്ങളെല്ലാം ആ കിച്ചൺ ടീമിന് കൃത്യമായി പറഞ്ഞ് ഹാൻഡ് ഓവർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വമാണ്. പക്ഷേ ജിസൈൽ അപ്പോൾ അത് ചെയ്തില്ല. തൻ്റെ ആവശ്യത്തിന് വേണ്ടി എല്ലാവർക്കുമായി ലഭിച്ചിട്ടുള്ള സാധനത്തിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചു. ഇതേ കാര്യം തന്നെയാണ് നെവിൻ ഇങ്ങനെ എടുത്തു വെക്കുന്നതിന് പകരം വെച്ചിരിക്കുന്നതിൽ നിന്ന് എടുക്കുക എന്ന് പറയുന്ന പരിപാടി. ഇപ്പോൾ ജിസൈൽ കള്ളിയാണ്. ജിസൈലിനെ അനുമോള് കാപ്പിക്കള്ളി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ലൊരു പേര് തന്നെയായിരുന്നു, അത് അർഹിക്കുന്ന പേര് തന്നെയായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ലാലേട്ടൻ ഇത് ചപ്പാത്തി കള്ളി, ഇത് കാപ്പിക്കള്ളി എന്ന് പറഞ്ഞിട്ട് അടുത്ത മോഷണത്തെക്കുറിച്ച് കൂടി ലാലേട്ടൻ മെൻഷൻ ചെയ്യുകയാണ്. മോഷണം ആര് ചെയ്ത് കഴിഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. ഓറഞ്ച് കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ ഷാനവാസിൻ്റെ അടുത്ത് ചെല്ലുന്നു. ഷാനവാസ് ആ സമയത്ത് റെന ചീസ് മോഷ്ടിച്ചു, ഒളിപ്പിച്ചു വെച്ചു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നൊരു ചോദ്യം, ചീസ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കുന്നതാണോ കള്ളത്തരം, ഓറഞ്ച് കട്ട് ചെയ്ത് കഴിക്കുന്നതാണോ കള്ളത്തരം എന്നുള്ളതാണ്. ലാലേട്ടൻ അപ്പോൾ തന്നെ മറുപടി കൊടുത്തു, രണ്ടും ഈക്വലായിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാം മോഷണമാണ്. കിച്ചൺ കൈകാര്യം ചെയ്യാൻ അവിടെ ഒരു ടീമുണ്ട്, അവിടെ അതിന് വേണ്ടിയിട്ടൊരു ക്യാപ്റ്റനുണ്ട്. അവരോട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ തൻ്റെ ഇഷ്ടത്തിന് അവിടെ നിന്ന് എടുത്ത് കഴിക്കുക, അത് മറ്റുള്ളവരെ പ്രത്യേകിച്ച് കിച്ചൺ ടീമിനെ അറിയിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് കോൾഡ് മോഷണം. അപ്പോൾ ആ മോഷണം ആര് ചെയ്തു കഴിഞ്ഞാലും, അതിപ്പോൾ എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും, മോഷണം മുതൽ വീണ്ടും വെച്ചു എന്നുള്ളതുകൊണ്ട് മോഷണമല്ലാതാവുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് നേരെ ആര്യനിലേക്ക് വരികയാണ്. ഈ കഴിഞ്ഞു പോകുന്ന ആഴ്ചത്തെ ക്യാപ്റ്റനാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറ്റിയ ആളോട് തന്നെയാണ് ലാലേട്ടൻ ആദ്യം ചോദിക്കുന്നത്, അനീഷിനോട്. അനീഷിൻ്റെ
കൃത്യമായിട്ടുള്ള ഒബ്സർവേഷനാണ്, വളരെ ക്ലാരിറ്റിയോടുകൂടി അനീഷ് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ആര്യൻ ഇതുവരെ വന്നിട്ടുള്ള 3 ക്യാപ്റ്റന്മാരിൽ ഏറ്റവും മോശം ക്യാപ്റ്റനായിരുന്നു എന്നാണ് അനീഷ് പറയുന്നത്. ഹൈപ്പർ ആക്റ്റീവാണ് ചില സമയത്ത് ലോവർ ആക്റ്റീവാണ്. ഇതിൻ്റെ ഒരു മിഡിലില്ല. നമ്മളിപ്പം ആര്യനെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ പുള്ളി ചില സമയത്ത് ഓടി കിടന്ന് ഭയങ്കര ഷൗട്ടിങ്ങും ബഹളവും ഒക്കെ വെക്കുന്ന കാണാം. പക്ഷേ ചില സമയത്ത് ഇങ്ങനെ ഇതൊന്നും അറിയുന്നില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ എല്ലാത്തിൻ്റെയും ഇടയിൽ നിന്ന് എല്ലാവരോടും കൃത്യമായി ഡീൽ ചെയ്യുക, ഒരു അല്പം ബഹുമാനം കാണിക്കുക. പ്രത്യേകിച്ച് തൊട്ടടുത്ത ദിവസത്തെ എപ്പിസോഡ് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ കിച്ചൺ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അവിടെ വന്ന ആളുകൾ ഭക്ഷണം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ വളരെ മോശമായിട്ടാണ് ആര്യൻ റെസ്പോണ്ട് ചെയ്യുന്നത്. ഒട്ടും തന്നെ റെസ്പെക്റ്റ് ഇല്ലാതെ, അത് ഈവൻ ലാലേട്ടൻ്റെ അടുത്ത് വരെ റെസ്പെക്റ്റ് ഇല്ലായ്മ കാണിക്കുന്നത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും. ആര്യൻ ഒട്ടും സീരിയസ്നെസ് ഇല്ല, ഇമോഷൻസ് എന്താണ് കാണിക്കുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, അതാണ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ അനീഷ് പറഞ്ഞ ഡയലോഗ്. അതിനുശേഷം തൊട്ടടുത്ത ക്യാപ്റ്റൻ ഷാനവാസിനോട് ചോദിക്കുമ്പോൾ ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞിട്ട് ക്യാപ്റ്റന് ചേരാത്ത പെരുമാറ്റമാണ് ആര്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് ഷാനവാസും വിലയിരുത്തുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ആ കാര്യം ശരിക്കും പറഞ്ഞാൽ ഒരു ഐ ഓപ്പണറായിരുന്നു. ആർക്കാണ്? ജിസേലിന്. കാരണം ലാലേട്ടൻ ചോദിക്കുന്നത് വളരെ നല്ല ക്യാപ്റ്റനാണ് എന്ന അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? ജിസേൽ പറയൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ജിസേൽ എണീറ്റ് നിന്നിട്ട് ഇങ്ങനെ ആര്യനെ സപ്പോർട്ട് ചെയ്യുക, അവരൊരു ഫ്രണ്ട്സ്, ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ വാരിക്കോരി ജിസേലിന് കൊടുക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കുള്ള പ്രത്യേക കൺസിഡറേഷനൊന്നും ജിസേൽ കൊടുക്കുന്നില്ല. ഒരു ആവറേജ് അഭിപ്രായം എന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത്. പക്ഷേ ജിസേലിന് മനസ്സിലായി ആര്യൻ എന്ത് പറഞ്ഞാലും അതിനെ ന്യായീകരിക്കുന്ന, ആര്യനെ വൻ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജിസേലാണ് എന്നുള്ളത്. ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ ജിസേലിൻ്റെ പാറ്റേണിൽ വലിയ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അക്ബർ ഒരു കൈയടിക്കുന്നുണ്ട്. അക്ബറിനോടും എണീറ്റ് നിന്ന് ക്യാപ്റ്റനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്വതക്കുറവ് ഫീൽ ചെയ്തു. അങ്ങോട്ട് മനസ്സിലാക്കാനും ഇങ്ങോട്ട് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. അതായത് അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കാനും ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലാക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. വെറുതെ ഹൈപ്പർ ആവുകയാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ്. ഇതൊക്കെ തന്നെയാണ് പിന്നീട് സംസാരിച്ച ആളുകളും ആര്യനെ കുറിച്ച് സംസാരിച്ചത്. ചില എപ്പിസോഡ്സിലെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആസ് എ ക്യാപ്റ്റൻ ആര്യൻ ഫെയിൽ ആവുന്നത് വളരെ വിസിബിളായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആര്യൻ ചിരിച്ച ഇഷ്യൂയിലേക്ക് വരുന്നത്. ശൈത്യ അവരുടെ ജീവിതകഥ പറഞ്ഞ ആ ഒരു എപ്പിസോഡാണ്. അതിനുശേഷം ആര്യൻ ചിരിച്ചു, അത് കഴിഞ്ഞ് മാറിയിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ അത് കണ്ട് ചിരിച്ചു. അതിനെ തുടർന്ന് അഭിയും ഒനീലും ഒക്കെ കയറി നേരെ റെനയുടെ മിക്കിട്ടാണ് കയറിയത്. റെന തിരിച്ച് ഫൈറ്റ് ചെയ്തു. അങ്ങനെ ഒരു വലിയ ബഹളം ഉണ്ടായി മുന്നോട്ട് പോയി എന്നുള്ളത് മാത്രമാണ് സംഭവിച്ചത്. ആരും കാര്യങ്ങളൊന്നും പറയുകയോ മനസ്സിലാക്കുകയോ ചെയ്തില്ലാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് മൈൻഡിൽ വേറൊരു കാര്യം വന്നു, അപ്പോൾ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആയിപ്പോയി എന്നാണ് അവൻ പറയുന്നത്. പക്ഷേ പെയിൻ വന്നതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് ആ ദിവസം അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. അതിനെക്കുറിച്ച് പലരോട് അഭിപ്രായം ചോദിക്കുന്ന കൂട്ടത്തിൽ ബിന്നിയോട് സൈക്കോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് ലാലേട്ടൻ ഒന്നുകൂടി ചോദിക്കുകയാണ്. കാരണം ഈ ഒരു പരിപാടി നടന്ന ദിവസം അന്ന് രാത്രി ആര്യൻ ബിന്നി ഡോക്ടറെ അടുത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുമ്പോൾ ബിന്നി പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ഫീൽ ചെയ്യേണ്ട ഒരു ഇമോഷൻ അല്ല, നേരെ ഓപ്പോസിറ്റ് ഇത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഇമോഷൻ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായും സൈക്കോളജിസ്റ്റിനെ കാണണമെന്ന് അത് ബിന്നി ഒരിക്കൽ കൂടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒനിയിലാണ് ഒരു എക്സ്ട്രാ പോയിന്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. കാരണം ആദ്യം ജീവിതകഥ പറഞ്ഞത് ബിന്നിയായിരുന്നു. ആ സമയത്ത് ഇല്ലാതിരുന്ന ചിരിയാണ് ശൈത്യ ജീവിതകഥ പറയുന്ന സമയത്ത് ഉണ്ടായത്. അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. എന്തായാലും അതിനെക്കുറിച്ചുള്ള പല ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ സംസാരിച്ച ശേഷം ശൈത്യയോട് ആര്യൻ മാപ്പ് പറഞ്ഞുകൊണ്ട് ആ വിഷയം കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ അങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ വിട്ടില്ല. ഈ നടുവേദനയൊക്കെ ഉണ്ടായിരുന്ന ആൾ ചെരുപ്പെടുത്തെറിഞ്ഞല്ലോ എന്നുള്ള ചോദ്യത്തിലേക്ക് വരുന്നുണ്ട്. അവിടെയും ലാലേട്ടൻ എന്ത് പണിഷ്മെൻറ്റ് കൊടുക്കണം ജിസൈൽ എന്നാണ് ചോദിക്കുന്നത്. ജിസൈൽ നേരത്തെ ഇട്ട ക്യൂട്ട്നെസ്സിൻ്റെ കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി എടുത്ത് വെച്ചിട്ട് ലാലേട്ടൻ തീരുമാനിക്കൂ എന്ന് അങ്ങോട്ട് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ തന്നെ തീരുമാനം എടുത്താൽ പോരെ, ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ലാലേട്ടൻ തിരിച്ചടിക്കുന്നുണ്ട്. അവിടെ മുതൽ ജിസേലിൻ്റെ എക്സ്പ്രഷനിൽ കാര്യമായ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഈ പറയുന്നൊരു ഗ്രൂപ്പിസം അത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്നും കുറച്ചും കൂടി സീരിയസ് ആവേണ്ട ആവശ്യകതയുണ്ട് എന്നൊക്കെ ജിസേലിന് മനസ്സിലായി തുടങ്ങിയെന്ന് തോന്നുന്നു. എന്തായാലും ലാലേട്ടൻ ഈ വരുന്ന ആഴ്ച ആര്യനെ നേരിട്ട് നോമിനേഷനിൽ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ജയിൽ ടാസ്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒനീലും ജിസേലുമാണ് ജയിലിലേക്ക് പോയത്. ഒനീൽ ജിസേലിനോടൊപ്പം ജയിലിൽ പോകുന്നതിൽ വളരെ ഹാപ്പി ആയിരുന്നു എന്ന് അവിടെ പലർക്കും അഭിപ്രായമുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവരവിടെ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും പുറത്ത് ഡിസ്കഷൻ ആവുന്നുണ്ട് എന്ന് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതുപോലെയും നമുക്കതിനെ മനസ്സിലാക്കാം. തന്നെയുമല്ല, ഈ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരു ലവ് ട്രാക്ക് നിർബന്ധമാണല്ലോ. അപ്പോൾ ഇതുവരെ അവിടെ വേറെ ലവ് ട്രാക്ക് ഒന്നും ഡെവലപ്പായി വന്നിട്ടില്ല. ഇതിനൊരു സാധ്യതയുണ്ട് മക്കളെ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞാണോ ഒന്നും അറിയില്ല. എന്തായാലും ജിസൈൽ പറയുന്നുണ്ട് ജയിൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ടോർച്ചർ എന്ന് പറയുന്നുണ്ട്. ടോർച്ചർ ആയിരുന്നു, ബുദ്ധിമുട്ടായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ലാലേട്ടൻ ചോദിക്കുന്നത് കംഫർട്ടബിളായിട്ട് സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ ജയിലിലേക്ക് വിടുന്നത് എന്നുള്ളതായിരുന്നു. അതവർ മനസ്സിലാക്കേണ്ടത് തന്നെയായിരുന്നു. ഈ എക്സ്പ്രഷൻ ചേഞ്ചിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജിസൈൽ വന്ന ആദ്യത്തെ ആഴ്ച അവരെല്ലാ ടാസ്കിലും ഭയങ്കര ആക്റ്റീവായിരുന്നു. അതിനോടൊപ്പം അനുമോളുമായിട്ടുള്ളൊരു കോൺവെർസേഷനിലൊക്കെ അവർ പറയുന്നുണ്ട് ബിഗ് ബോസ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അതിലൊരു കാരണം ഉണ്ടാവും, ബിഗ് ബോസ് എന്തെങ്കിലും കാണാതെ ഇതൊന്നും പറയില്ല എന്ന്. ബിഗ് ബോസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഗെയിം ടാസ്കും അതിൻ്റെ പരിപാടികളൊക്കെ കുറിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ജിസൈലാണ് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് ഭയങ്കര ടോർച്ചറാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന
പരിഭവങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുന്നത്. അത് ആക്ച്വലി ജിസേലിൻ്റെ കംഫർട്ട് സോണിനെ കംപ്ലീറ്റ്ലി ബിഗ് ബോസ് ബ്രേക്ക് ചെയ്തു എന്നുള്ളതുകൊണ്ടാണ്. കാരണം ജിസേലിൻ്റെ ആദ്യത്തെ ആഴ്ചയിലെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയതിന് ശേഷവും അവർ ബാക്കിയുള്ള ചില്ലറ കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ അവർക്ക് അനുവദനീയമല്ലാത്ത എല്ലാ സാധനങ്ങളും ബിഗ് ബോസ് പിൻവലിച്ചതിന് ശേഷം ജിസേൽ കുറച്ച് ലോ ആവുന്നുണ്ട്. ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ അതിൻ്റെ ഒരു ട്രൂ സെൻസിൽ ജിസേൽ ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒനിയിലും ഇത് ഭയങ്കര കഷ്ടപ്പാടാണ് എന്നാണ് പറയുന്നത്. അതിന് ലാലേട്ടൻ കൊടുക്കുന്ന മറുപടി എല്ലാ ജയിലും അങ്ങനെയാണ്, അതിനെയാണ് നമ്മൾ ജയിൽ എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ലാലേട്ടൻ ഒരു വൻ പ്രതിയെ പിടിക്കുന്നത് എന്നെനിക്ക് ഫീൽ ചെയ്തു. അത് ഷാനവാസിനെയാണ്. ഷാനവാസ് ജിസേലിൻ്റെ അടുത്ത് അക്ബർ നിന്നെ നോക്കുന്ന നോട്ടം ശരിയല്ല എന്ന് ഉപദേശിച്ചത് നമ്മൾ ആ ഒരു എപ്പിസോഡിനെ കുറിച്ച് അനലൈസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. വളരെ 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 മോശം സ്ട്രാറ്റജിയാണ് ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. വൺ ഓഫ് ദി ചീപ്പസ്റ്റ് എന്ന് പറയാവുന്ന അതേ കാര്യം തന്നെയാണ്. കാരണം അപ്പാനി ശരത്തിൻ്റെ പുറത്തുള്ള ഫാമിലിയെ വരെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അപവാദ കഥകൾ ടീസ് ചെയ്ത് നടക്കുക എന്ന് പറയുന്നത് ഒരു മൂന്നാം കിട വാരികയുടെ ഫ്രണ്ട് പേജ് കൊടുക്കുന്ന ക്യാപ്ഷൻ പോലെയായിരുന്നു ഷാനവാസിൻ്റെ സംസാരങ്ങൾ എന്ന് തന്നെ പറയണം. അത് കഴിഞ്ഞ് ജിസേലിനെ വിളിച്ചിരുത്തി അക്ബറിൻ്റെ നോട്ടം ശരിയല്ലെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ അക്ബറിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴുള്ള അക്ബറിൻ്റെ എക്സ്പ്രഷനാണ്. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ സങ്കടം വന്നു. കാരണം തലേ ദിവസം അക്ബറിൻ്റെ ഉമ്മ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സംസാരവുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ അവിടെ വളരെ ദുഃഖത്തിലാണുള്ളത്. കാരണം അവരുടെ സെക്ഷുവാലിറ്റി, അവരുടെ ലൈഫിനെ കുറിച്ചുള്ള പ്രിഫറൻസ് അതിനെയൊക്കെ ചോദ്യം ചെയ്തു എന്ന് തോന്നുന്നു. അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല, പക്ഷേ ആദില നൂറ കോൺവെർസേഷനിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും അക്ബർ ഈ പറയുന്ന ദേഷ്യം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മ സംസാരിച്ചത് അതിനെയൊക്കെ വളരെ ഇമോഷണലായിട്ട് എടുത്തിരിക്കുകയാണ്. മാത്രമല്ല ഈ ദേഷ്യങ്ങളെയൊക്കെ പുറത്ത് ഇവർ ഇങ്ങനെയാണ് കാണുന്നത് എന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ പുറത്ത് ആളുകൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് പറയുന്നൊരു തോട്ട് പ്രോസസ്സിൽ ഇരിക്കുന്ന ഒരാളാണ്. ഇവൻ്റെ നോട്ടം ശരിയല്ല എന്ന് വേറൊരാൾ തന്നെക്കുറിച്ച് പറഞ്ഞു എന്നറിയുന്നത്. അപ്പോൾ ഇതും കൂടി ചേർത്താണോ എൻ്റെ ഉമ്മയും വീട്ടുകാരും ഒക്കെ അറിയുന്നത് എന്നാലോചിക്കുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ. ആ പെയിനും ഞെട്ടലും ഒക്കെ അക്ബറിൻ്റെ എക്സ്പ്രഷനിൽ ഉണ്ടായിരുന്നു. അക്ബർ പ്രതീക്ഷിച്ചിട്ടില്ല. അത് ഫസ്റ്റ് വീക്കെൻഡിലാണ് അനുമോള് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് പറയുന്നത്. അത് വെറുതെ പറഞ്ഞതാണെന്നുള്ള ആ ഒരു കാര്യമൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഷാനവാസ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ജിസേലിനോട് ചോദിച്ചു നോട്ടം അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? ജിസേലിനൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഷാനവാസ് ശരിക്കും അവിടെ പിടിക്കപ്പെടുമായിരുന്നു. ആദ്യം എണീറ്റ് ഇല്ല അത് പഴയത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് തട്ടിമുട്ടി പോകാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ മറുപടി പറഞ്ഞ് മെഴുകുന്ന ഷാനവാസിനെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ വ്യക്തമായി പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ അവിടെ സംസാരിക്കരുതെന്ന്. ഇതിനോടൊപ്പം ലാലേട്ടന് വേണമെങ്കിൽ അപ്പാനി ശരത്തിനെ കുറിച്ച് സംസാരിച്ച കാര്യങ്ങൾ സൂചിപ്പിക്കാമായിരുന്നു. പക്ഷേ അത് ഈ ഡയലോഗിനേക്കാൾ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യമാണ്. ആ കാര്യത്തിന് ഇനിയും വലിച്ചിട്ട് നാട്ടുകാരെ അത് കേൾപ്പിച്ച് വെറുപ്പിക്കേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം. മാത്രമല്ല ഈ ഡയലോഗിലെല്ലാം ഉണ്ട് ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഷാനവാസെ നിങ്ങളിങ്ങനെ നാട്ടുകാരെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു നടക്കുന്ന സ്വഭാവം നിർത്തുന്നതാണ് നല്ലത്. പുറത്തിറങ്ങിയതിന് ശേഷവും നിങ്ങൾക്കൊരു ജീവിതമില്ലേ? പുറത്തിറങ്ങിയതിന് ശേഷവും ഈ സൗഹൃദങ്ങൾ കണ്ടിന്യൂ ചെയ്യണ്ടേ? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കണം എന്ന് ലാലേട്ടൻ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഷാനവാസിന് അത് മനസ്സിലായാൽ നല്ലതായിരുന്നു. പക്ഷേ മനസ്സിലായിട്ടില്ല എന്ന് പിറ്റേ ദിവസത്തെ എപ്പിസോഡിൽ ഷാനവാസിൻ്റെ ഒരു പദപ്രയോഗത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. എന്തായാലും ലാലേട്ടൻ ഇത് പറയുമ്പോൾ ഷാനവാസ് വളരെ അതുവരെ നിന്ന് എന്ത് പറയൂ ഇനി എന്നൊക്കെ ആലോചിച്ച് വട്ടം കറങ്ങി നിന്നിരുന്ന ഷാനവാസ് ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ നയം ഇവിടെ വളരെ ക്ലിയറാണ്. നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് വെച്ച് കളിച്ചോ, ഇതിനകത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ച് കളിച്ചോ, കുഴപ്പമില്ല. പക്ഷേ പുറത്തുള്ള ലൈഫിനെ തൊട്ടുള്ള കളി വേണ്ട എന്ന് കൃത്യമായിട്ടുള്ള ഒരു വാണിംഗ് ഇതിനകത്തുണ്ട്. അതുപോലെ കഴിഞ്ഞ ആഴ്ചത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ആയിരുന്നു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. അതിൽ ഷാനവാസിൻ്റെയും ശരത്തിൻ്റെയും ഡിബേറ്റ് വൻ കോമഡി ആയിരുന്നു. കാരണം അവർക്ക് കൊടുത്ത വിഷയവും ഇവർ പരസ്പര ബന്ധമില്ലാതെ അവരവർക്ക് വായി തോന്നുന്നതൊക്കെ പറയുന്നത് പോലത്തെ അങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരുന്നു. അത് ആ സമയത്ത് ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്ന ആ ജഡ്ജിങ് പാനലിലുണ്ടായിരുന്ന അനീഷ് എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനീഷിനോട് തന്നെ ലാലേട്ടൻ അത് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നത് എന്തൊക്കെയോ പറഞ്ഞ് വിഷയത്തിൽ നിന്ന് തെന്നി മാറി ഷാനവാസ് എവിടെയോ എത്തി, പിന്നെ തമ്മിൽ ഭേദം എന്നുള്ളത് കൊണ്ടാണ് ശരത്തിനെ അംഗീകരിച്ചതെന്നാണ് അനീഷ് പറയുന്നത്. ആക്ച്വലി ഇതൊരു വലിയ അവസരമായിരുന്നു ശരത്തിനെ സംബന്ധിച്ച്. ഓൾറെഡി ഷാനവാസ് അക്ബറിനെ കുറിച്ച് വളരെ തെറ്റായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യം പറഞ്ഞ് പരത്തുന്നു എന്ന് പറയുന്ന ഒരു ഇമേജിൽ നിൽക്കുകയാണ് ഷാനവാസ്. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ അപ്പാനി ശരത്ത് അയാളൊരു നല്ല ഗെയിമർ ആയിരുന്നു എങ്കിൽ എണീപ്പിച്ച് ലാലേട്ടൻ ഇങ്ങനെ നിർത്തുന്ന സമയത്ത് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നത് ലാലേട്ട ഇതുപോലെ എൻ്റെയും വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു മറുപടി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ വിഷയമൊക്കെ ആയിട്ട് എനിക്ക് കൺഫ്യൂഷനായി പോയതാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഷാനവാസിന് വീണ്ടും ഒരു കൊട്ടുകൂടി കിട്ടിയിട്ട് ആ വിഷയത്തിന് അതായത് ശരത്തിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാനുള്ള കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ളൊരു അവസരം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ശരത്ത് അത് വെറുതെ കളഞ്ഞു എന്നാണ് ഫീൽ ചെയ്തത്. അതിനുശേഷം ആങ്കർ ശാരികനെ കൂടി എണീപ്പിച്ച് നിർത്തിയിട്ട് ശാരികയുടെ ഹോട്ട് സീറ്റിലാണ് ഇവർ വന്നിരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇൻ്റർവ്യൂ ചെയ്യാന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ ഷാനവാസ് മറുപടി കൊടുത്തത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ എന്ന് പറയുന്നൊരു ലൈനിൽ 1-2 വാക്കുകൾ കൊണ്ട് മാത്രമാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. ശരത്തിന് ആക്ച്വലി ആ വിഷയം കണ്ടിന്യൂ ചെയ്യാനും അതൊരു നല്ല ഡിബേറ്റോ അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരം വീണ്ടും കിട്ടിയിട്ടും
ശരത് അത് ഉപയോഗിച്ചില്ല എന്നുള്ളത് ആസ് എ ഗെയിമർ പുള്ളിയുടെ പരാജയമാണ്. അത് കഴിഞ്ഞിട്ടാണ് അക്ബർ പാട്ട് പാടുന്നത്. അക്ബർ ആ ഹൗസിലുള്ള പല ആളുകളെക്കുറിച്ചും പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് അങ്ങനെ എൻ്റർടൈനിങ് ആയി, എന്നാൽ അത്യാവശ്യം കുത്തു കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ പാട്ടിൻ്റെ വരികളൊക്കെ എഴുതിയിട്ടുള്ളത്. അതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട വരി എന്ന് പറയുന്നത്, അക്ബർ പാട്ട് പാടാൻ എണീറ്റ് നിൽക്കുമ്പോൾ അക്ബറിൻ്റെ കൂടെ കൈകൊട്ടി ഇടയ്ക്ക് കൂടെ പാടി എൻജോയ് ചെയ്ത് അങ്ങനെ ആ ഒരു വൈബിൽ നിൽക്കുന്നത് നെവിനാണ്. നെവിൻ കഴിഞ്ഞു പോകുന്ന ഒരാഴ്ച ക്യാപ്റ്റൻസി ടാസ്കിൽ പുള്ളിക്ക് ആവശ്യത്തിന് വോട്ട് കിട്ടിയില്ല എന്ന് പറയുന്ന പോലെ ഒന്ന് ഡൗൺ ആയിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആക്ച്വലി അത് ഡൗൺ ആയിരിക്കുന്നതായിരിക്കില്ല, പുള്ളിയുടെ ഒരു സ്വഭാവം വെച്ച് പുള്ളി കൈ നിട്ടതാവാനാണ് സാധ്യത. അഭിലാഷും ഒനിയിലും ഒരു ടീമായി ഫോം ചെയ്തു എന്നുള്ളത് അവർക്കറിയാം. പക്ഷേ ഷാനവാസും കൂടി അതിനകത്തേക്ക് ചേർന്നു എന്നുള്ളതും നെവിനെ അതിലേക്ക് ക്യാൻവാസ് ചെയ്യാനുള്ള ശ്രമം നടന്നു എന്നുള്ളതൊക്കെ അക്ബറിന് ഡയറക്റ്റ് അറിയില്ല. പക്ഷേ നെവിൻ ഇതറിയാം. നെവിൻ ഒരു ഗെയിമറാണ്, എന്നെ വിശ്വസിക്കരുത് എന്ന് നാഴിക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ്. അക്ബർ ഇങ്ങനൊരു പാട്ട് എഴുതുന്ന സമയത്ത് എല്ലാവരും കേൾക്കെ, ഓഡിയൻസിൻ്റെ അടുത്തേക്കും ലാലേട്ടനും ഒക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനൊരു വരി എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഫോർ ദ പീപ്പിൾ എന്നുള്ള രീതിയിൽ ഷാനവാസും അഭിലാഷും ഒനിയിലും നെവിനും കൂടി ചേരുന്നു എന്ന് പറയുന്ന ഒരു വരി എഴുതണമെങ്കിൽ ഉറപ്പായിട്ടും അത് നെവിൻ തന്നെ പറഞ്ഞു കൊടുത്തതായിരിക്കണം. നെവിൻ ആക്ച്വലി ചെയ്തത് നല്ല കൃത്യമായൊരു മെസ്സേജ് കൊടുക്കലാണ് എന്നെനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒനിയിലും അഭിലാഷും ഷാനവാസും അടങ്ങുന്ന ടീമിനോട് നിങ്ങൾ എന്നെ ക്യാൻവാസ് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ ചേരാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനിവിടെ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതാണ്. ഇത് ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതാണ് എന്ന് ഗ്രൂപ്പിലിരുന്ന് പറയുന്ന ആൾക്കാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അവതരണ രീതിയായിരുന്നു. അത് നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് അനുമോളുടെ പെയിൻ കേസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ പെയിൻ കേസിൽ രേണുവിനെയായിരുന്നു പ്രതിസ്ഥാനത്ത് ചേർത്തിരുന്നത്. പക്ഷേ അത് അനുവിൻ്റെ മാത്രം കേസാണ് ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് അക്ബർ അത് എഴുതിയിരിക്കുന്നത്. സോ അത് അനുമോളുടെ മാത്രം പ്രശ്നമാണ്, ഞങ്ങൾക്ക് ആർക്കും ആ പ്രശ്നം ഫീൽ ചെയ്തിട്ടില്ല എന്നൊരു വിളിച്ചു പറയൽ കൂടി അവിടെ ഉണ്ടായിരുന്നു. ആ പാട്ടിനെ ലാലേട്ടൻ എൻജോയ് ചെയ്യൂ, ഇതൊരു കാരിക്കേച്ചർ പോലെ ഒരു സംഭവമാണ് എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ ചില ആളുകളുടെ ചില അനിഷ്ടങ്ങളൊക്കെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഗെയിമായിരുന്നു, ബോർഡ് ഗെയിമാണ്. ബോർഡിൽ കുറച്ച് പേരുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനൊരു നിഴൽ മാത്രം, ഞാനൊരു പുലിയല്ല എലിയാണ് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ടീം അംഗങ്ങളുടെ എല്ലാവരുടെയും പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഈ ഓരോ ടൈറ്റിലിനും ചേരുന്ന ആൾക്കാരെ ടിക്ക് ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ അനീഷിൻ്റെ ഫസ്റ്റ് മൂവ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള അത് നല്ലൊരു സ്ട്രാറ്റജി ആയിരുന്നു. കാരണം ഞാനൊരു നിഴൽ മാത്രം എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ അനുവിനെ ടിക്ക് ചെയ്തിട്ട് അനു ശൈത്യയുടെ നിഴലാണ് എന്നാണ് അനീഷ് പറയുന്നത്. ആക്ച്വലി നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശൈത്യ അനുവിൻ്റെ നിഴലായിട്ടാണ് നിൽക്കുന്നത്, അനു പറയുന്നത് പോലെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. ശൈത്യ അതിൽ നിന്ന് കുറച്ച് മാറി കളിക്കുന്നത് നമുക്ക് കുറച്ച് വിസിബിളായി കാണാനും പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഡയലോഗ് അനീഷ് പറയുമ്പോൾ നമ്മൾ എക്സ്പ്രഷൻസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ശൈത്യ പെട്ടെന്ന് ഭയങ്കര ഹാപ്പി ആവുന്നു, അല്ലെങ്കിൽ ഒരു വണ്ടറടിച്ച് നിൽക്കുന്ന പോലെയുണ്ട്. അനുമോള് ഞെട്ടുന്നുണ്ട്, ശൈത്യ നിഴലായി മാറുന്നു, അല്ലെങ്കിൽ അവൾ പറയുന്നത് കേൾക്കുന്നു എന്നൊക്കെ പറയുന്ന പല ഘട്ടങ്ങളിലും വല്ലാണ്ട് ട്രിഗർ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതേസമയം അവർ കഴിഞ്ഞ ആഴ്ചയ്ക്ക് ശേഷം അത്യാവശ്യം പല കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് ഇടപെടുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ശൈത്യ പെട്ടെന്ന് വിചാരിക്കും, അപ്പം ഞാൻ ഭയങ്കര ആക്റ്റീവായല്ലേ, എന്നെ ഇങ്ങനെയാണല്ലേ നോക്കി കാണുന്നത് എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് ചിലപ്പോൾ മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ അനുമോൾക്കത് നല്ലോണം കത്തും. അങ്ങനെ ബോർഡ് ഗെയിമിൽ ആളുകൾ ടിക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഇടയിൽ, അതായത് ബോർഡ് ഗെയിമിലെ റിസൾട്ടിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ലാലേട്ടൻ നേരെ സംസാരിച്ച് തുടങ്ങുന്നത് അവിടെ അടുക്കളയിൽ വിരിച്ചിട്ടുള്ള ടൈലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ നിന്നെങ്ങാണ്ട് കൊണ്ടുവന്നതാണ്, അതൊരു ഹോണ്ടഡ് പ്ലേസിൽ നിന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്ലാക്ക് മാജിക്, ഗോസ്റ്റ് അങ്ങനെയുള്ള സംസാരങ്ങളിലേക്ക് കയറിയതിനു ശേഷം അപ്പാനി ശരത്തും ശൈത്യയും തമ്മിൽ നടന്നിട്ടുള്ള ഒരു കോൺവെർസേഷനിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ ആഴ്ചത്തെ 1 hour എപ്പിസോഡുകളിലൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് അനുമോള് മാപ്പ് പറയാൻ വേണ്ടി അപ്പാനി ശരത്തിൻ്റെ കാലിൽ തൊട്ടിട്ടുണ്ടായിരുന്നു. അപ്പാനി ശരത്ത് അവൾ എൻ്റെ കാല് തൊട്ട് മാപ്പ് പറഞ്ഞതിന് ശേഷം പിന്നെ മൊത്തത്തിലൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് എന്നൊരു സംസാരം ശൈത്യയുടെ കൂടെ ഇരുന്ന് നടത്തി. അപ്പോൾ ശൈത്യം അതൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഇവർ രണ്ടുപേരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് രണ്ടുപേരുടെ എക്സ്പ്രഷനിൽ നിന്ന് വളരെ വ്യക്തമാണ്. അനുമോൾ അത് ഞെട്ടുന്നുണ്ട്. അനുമോൾക്ക് ശൈത്യയുടെ ഗെയിം പ്ലാനിൽ മാറ്റം വന്നത് മനസ്സിലായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ കരയുമ്പോൾ കൂടെ ഇരുന്ന് തിരിച്ച് എക്സ്പ്രഷനൊക്കെ തന്നിരിക്കാൻ, അല്ലെങ്കിൽ വിളിച്ചിരുത്തി ക്യാമറയുടെ മുമ്പിൽ കുറച്ച് കണ്ണീര് കാണിക്കണം എന്നുണ്ടെങ്കിൽ ശൈത്യയെ പോലെ ഒരാളെ അനുമോൾക്ക് ഇപ്പോഴും ആവശ്യമാണ്. പക്ഷേ ശൈത്യം ഇങ്ങനെ പ്ലേറ്റ് അടക്കി മറിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് അനുമോൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അത്. അതിൻ്റെ കൂടെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അയ്യോ ഞങ്ങളങ്ങനെ അല്ല പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലോണം ന്യായീകരിക്കുന്നുണ്ടെങ്കിലും, അങ്ങനെയല്ല ഇങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോഴും നമുക്കും, അതായത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അവിടെ ഇരിക്കുന്ന അനുമോൾക്ക് മനസ്സിലാവുന്നുണ്ട്, അനുമോളുടെ ഒരു ഫാൻ ബേസ് ഉണ്ട്, അവർക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. അപ്പാനി ഇങ്ങനൊരു കാര്യം എടുത്തിട്ടപ്പോൾ അനുമോളുടെ അഭാവത്തിൽ ശൈത്യ അവസരം മുതലെടുക്കുകയും അതിനൊരു ബ്ലാക്ക് മാജിക് ലെവലിലേക്കുള്ള അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക്, അങ്ങനത്തെ ഒരു ചർച്ചയിലേക്ക് അതിനെ കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളത് അനുമോളുടെ എക്സ്പ്രഷനിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്, അവരുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ
മനസ്സിലാക്കാൻ പറ്റിയത് എടീ എന്ന് പറയുന്ന ഒരു ഭാവമായിരുന്നു. അതിൻ്റെ കൂടെ തെറ്റ് ചെയ്താൽ ഞാൻ കാല് തൊട്ട് മാപ്പ് പറയും, അതെന്നെ വീട്ടുകാർ പഠിപ്പിച്ച ശീലമാണ് എന്നുള്ള രീതിയിൽ അനുമോളുടെ ആ ഒരു സ്ഥിരം ഡയലോഗ് അതിൻ്റെ കൂടെ അനുമോൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും അതിനുശേഷം ഈ ബോർഡിൽ എഴുതിയിട്ടുള്ള ടൈറ്റിലുകളിൽ ടിക്ക് കൂടുതൽ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിന്നറായിട്ടുള്ള ആൾക്കാർക്ക് ഓരോ മുട്ടയാണ് അവർ തലയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത്, ആ മുട്ടയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇവർ എന്ത് ടൈറ്റിലാണ് വിൻ ചെയ്തതെന്ന്. അപ്പോൾ ആര്യന് ഞാൻ പുലിയല്ല ഞാൻ എലി എന്ന് പറയുന്ന ഒരു ഹെൽമെറ്റാണ് കിട്ടുന്നത്, ഒരു കോഴിമുട്ട പാതി മുറിച്ചതുപോലത്തെ ഹെൽമെറ്റ്. അപ്പോൾ അത് ആര്യൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ആര്യൻ മൊത്തത്തിൽ പുള്ളിയുടെ ഈഗോ ഒക്കെ ഭയങ്കരമായിട്ട് ഹേർട്ടായി ഒരു വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാവത്തിലാണ് ഉണ്ടായിരുന്നത്. ആര്യൻ ആ ഒരു ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ ദിവസം മറ്റേ ട്രിമ്മർ കൊടുത്ത് ഇത് വെച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞതിൻ്റെ ഒരു അപമാന ഭാരം പുള്ളിയുടെ ഉള്ളിലുണ്ടാവും. എന്തായാലും ഹെൽമെറ്റ് തലയിൽ വെച്ചിട്ട് എങ്ങനെയുണ്ട് ലാലേട്ട എന്ന് ചോദിക്കുന്നുണ്ട്. വളരെ നന്നായിട്ടുണ്ട്, മുട്ടയും കൂടി അടിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായനെ എന്നാണ് ലാലേട്ടൻ മറുപടി പറയുന്നത്. ആരുടെ അടുത്താണ് ഈ കൗണ്ടർ അടിക്കാൻ വേണ്ടി ആരും പോകുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത്. ഞാനൊരു കാലുമാറ്റക്കാരൻ എന്ന ഹെൽമെറ്റ് കിട്ടുന്നത് ശാരികയ്ക്കാണ്, ഞാനൊരു നിഴൽ മാത്രം എന്ന തൊപ്പി കിട്ടുന്നത് ശരത്തിനും, ഞാനൊരു ഗെയിമർ എന്ന് പറയുന്ന തൊപ്പി കിട്ടിയിട്ടുള്ളത് അനീഷിനുമാണ്, എന്നെ വിശ്വസിക്കരുത് എന്ന് പറയുന്ന തൊപ്പി തലയിൽ വെക്കാൻ യോഗമുണ്ടായിട്ടുള്ളത് അനുമോൾക്കാണ്. എന്തായാലും ഇവരിതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ആര്യൻ സംശയം ചോദിക്കാൻ എന്ന വ്യാജേന, എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്, പുള്ളിയുടെ ഉള്ളിലുള്ള ഇറിറ്റേഷനൊക്കെ വെച്ചിട്ട് ഓപ്പോസിറ്റ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കുളിക്കുമ്പോൾ ഇത് ഊരാമോ, ഇത് എപ്പോഴും തലയിൽ വെക്കണം, ബിഗ് ബോസ് പറഞ്ഞിട്ടേ ഊരാവൂ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. മിനിമം കോമൺ സെൻസ് ആണ്, കുളിക്കുമ്പോൾ അത് വെച്ചുകൊണ്ട് കുളിക്കേണ്ട കാര്യമില്ല, അത് മാറ്റി വെച്ചിട്ട് കുളിക്കാം. പക്ഷേ ആരും ചോദിക്കുന്നു കുളിക്കുമ്പോഴും വെക്കണോ, അപ്പോൾ പറയുന്നത് അത് ഊരി വെച്ചിട്ട് തല തോർത്തിയതിന് ശേഷം കുളിച്ച് തല തോർത്തി വന്നിട്ട് വീണ്ടും വെച്ചാൽ മതി എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ ഉറങ്ങുമ്പോഴും വെക്കാമോ എന്ന് പറയുന്നൊരു ചോദ്യം, ആ ചോദ്യം വല്ലാണ്ട് കൂടി പോകുന്നൊരു ചോദ്യമാണ് എന്നുള്ളത് അപ്പാനിശരത്തിന് മനസ്സിലാവുകയും ആര്യനെ ഒന്ന് തോണ്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ എടുത്താണല്ലോ ഡയലോഗ് പറഞ്ഞത്, അപ്പോൾ ലാലേട്ടൻ തിരിച്ചെന്തെങ്കിലും പറയണമല്ലോ. അപ്പോൾ മോനെ നീ എന്നെ ഊരുവാണോ അതോ നിൻ്റെ സംശയം ചോദിക്കുകയാണോ എന്ന് ലാലേട്ടൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് പറയും അത് മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്. പിന്നെ ഉറങ്ങുമ്പോൾ വെച്ചോളൂ എന്ന് ചോദിച്ചത് ആവശ്യമില്ലാത്ത ചോദ്യമാണെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും ഉറങ്ങുമ്പോഴും വെച്ചോളൂ എന്ന് ലാലേട്ടൻ പറയുന്നത്. അത് കഴിഞ്ഞ് രേണുവിനെ ഈ സ്റ്റോർ റൂമിലേക്ക് പറഞ്ഞു വിടുമ്പോൾ, രേണു സ്റ്റോർ റൂമിലേക്ക് ഒന്ന് പോയിട്ട് വരൂ എന്ന് പറയുമ്പോഴേക്കും രേണു നടക്കുമ്പോൾ ലാലേട്ടൻ പറയുന്നത് ആ ശരീരമൊക്കെ ഒന്ന് അനങ്ങട്ടെ എന്നാണ്. അത് ശരിക്കും നല്ലൊരു കൊട്ട് കൊടുക്കലാണ്. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയോ, ഗെയിമൊക്കെ കളിക്കണ്ടേ എന്ന് പറയുന്ന ഒരു ചോദ്യം തന്നെയാണ് അതിലുള്ളത്. എന്തായാലും എവിക്ഷൻ പരിപാടികളിലേക്ക് കടക്കുന്നു. കുറച്ച് സമയമെടുത്ത് കണ്ണാടിയിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടൊക്കെ ആണെങ്കിലും ശാരികയാണ് എവിക്റ്റഡ് ആയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷമുള്ള ശാരികയുടെ എക്സ്പ്രഷൻസ്, അവർ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്ത രീതി, അവിടെയൊക്കെ എനിക്കൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇതൊരു ഗെയിമാണ്, ഞാൻ ഗെയിം കളിക്കാനാണ് വന്നത്. ശാരിക ഒട്ടും ഇമോഷണൽ ആവുന്നില്ല. ശാരിക ഇറങ്ങിപ്പോകുന്ന സമയത്ത് രേണു അല്ലാണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്, അവർ കരയുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് എത്തിയതിന് ശേഷം ലാലേട്ടനോട് സംസാരിക്കുമ്പോഴും അവർക്കൊരു കണ്ണീരോ അല്ലെങ്കിൽ എന്തോ ഭയങ്കര കാര്യം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പോലത്തെ ഉള്ളിലുണ്ടാവുമായിരിക്കും. പക്ഷേ നല്ലൊരു പോസിറ്റീവ് വൈബിലാണ് ശാരിക അവിടെ നിന്നത്. അത് കഴിഞ്ഞ് രേണു കരയുന്നത് കാണുമ്പോൾ പേടിക്കേണ്ട, അടുത്ത ആഴ്ചയും നോമിനേഷനിൽ വരും എന്നൊക്കെയുള്ള രീതിയിൽ ഒരു തമാശ രൂപേണ ശാരിക സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ശാരിക പോയതിനു ശേഷം ലാലേട്ടൻ ഗുഡ് ബൈ പറഞ്ഞ് പിരിഞ്ഞു. അത് കഴിഞ്ഞ് ഇവരൊക്കെ ഇങ്ങനെ പല സ്ഥലത്തായിരുന്നു പല കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അപ്പാനി ശരത്തും ആര്യനും കൂടിയുള്ള സംസാരമാണ് ആദ്യം കാണുന്നത്. ഞാൻ അക്ബറിൻ്റെ കൂടെ നടന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് ഈ തൊപ്പി കിട്ടിയത് എന്നാണ് ശരത്ത് പറയുന്നത്. ഞാനൊരു നിഴൽ മാത്രം എന്നുള്ളതാണ് ആ തൊപ്പിയിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെ നടന്നുകൊണ്ടാണ് മാത്രമാണ് എനിക്ക് കിട്ടിയത് എന്നുള്ള തിരിച്ചറിവ് നല്ലതാണ്. പക്ഷേ ആ ടീമിലുള്ള മറ്റെല്ലാവരും തന്നെ അങ്ങനെയാണ് നോക്കി കാണുന്നതെന്നും താൻ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു ഗെയിമറായിട്ട് മാറണമെന്നൊക്കെ അപ്പാനി ശരത്ത് മനസ്സിലാക്കിയാൽ നല്ലതായിരുന്നു. ആര്യനെ സംബന്ധിച്ച് ആ മുട്ട അടിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്കിൽ ഫെയിൽ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ മുട്ട കിട്ടിയത്, അവൻ്റെ ഒടുക്കത്തെ മുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ ആക്ച്വലി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആയിട്ടുണ്ട്. ആ മുട്ട ഗെയിമിന് ശേഷം പുള്ളിയുടെ എല്ലാ ഡബിൾ സ്റ്റാൻഡേർഡും വലിച്ചു കീറി ഒട്ടിക്കപ്പെട്ടു. അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് മനസ്സിലായി ആര്യൻ എന്ത് ഗെയിമാണ് കളിക്കുന്നതെന്നുള്ളത്. പുള്ളിയുടെ ആ ഒരു ആൽഫ മെയിൽ ആനിമൽ ക്യാരക്ടറൊക്കെ ഉണ്ടായിരുന്നു, അത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണു. അപ്പോൾ മുട്ട അടിക്കാൻ മനസ്സില്ലാതിരുന്ന തൻ്റെ തലയിലാണ് ഈ മുട്ടത്തല ഇരിക്കുന്നത് എന്നുള്ള ധാരണയും കൂടി കിട്ടിയതുകൊണ്ടായിരിക്കും. ഞാൻ അപ്പാൻ്റെ ശരത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാനിങ്ങനെ പുറത്ത് ചിരിച്ച് കളിച്ചിരിക്കുന്നതേ ഉള്ളൂ, ഉള്ളിൽ എനിക്ക് നല്ല വിഷമമുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവും, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ആര്യൻ ഇരിക്കുന്നത് എന്നുള്ളത്. ആ സമയത്ത് ഇവർ സംസാരിക്കുമ്പോൾ ഷാനവാസ് പുറകെ കൂടി പോകുന്ന സമയത്ത് ആര്യൻ ഇങ്ങനെ മീശയൊക്കെ പിരിച്ചിട്ട് ഇവനെയൊക്കെ തൂക്കിയെടുത്തിട്ട് ഇടിക്കും ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് പിന്നെ ഒരു പറച്ചിൽ ഗെയിം ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിനെ അങ്ങ് വിടാം. പക്ഷേ ഈ ഉള്ളിൽ കിടക്കുന്ന ഈ ഹേർട്ടായിട്ടുള്ള ഈഗോ അല്ലെങ്കിൽ ഹൈപ്പർ ഈഗോ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ എക്സ്പ്രഷനാണ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റുക. ജിസേലിൻ്റെ ഗെയിം ടോട്ടലി മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജിസേൽ ആ ബെഡ്റൂമിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ബിന്നി മാത്രമേ ഉള്ളൂ. ജിസേൽ എന്തുകൊണ്ടാണ് ബിന്നിയെ സെലക്ട് ചെയ്തതെന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ജിസേൽ ചോദിക്കുന്നത് 4-5 ദിവസമായിട്ട് ആര്യൻ കുറച്ച് ഇമ്മച്ചുവർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളതാണ്. ബിന്നി പറയുന്നത് അവൻ വന്നപ്പോൾ തൊട്ട് എനിക്ക് അവൻ ഇമ്മച്ചുവർ ആണെന്ന് മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഡയലോഗ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനോടും കൂടി ചേർത്തിട്ടാണെന്നറിയോ. RJ ബിൻസി വന്നിരുന്ന് ബിന്നിയോടൊക്കെ സംസാരിക്കുമ്പോൾ ഷാനവാസ്
ഷാനവാസ് ഞങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് പറ്റിച്ചു എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറ്റിക്കപ്പെട്ടതുപോലെ ഞാൻ പറ്റിക്കപ്പെടില്ല, അല്ലെങ്കിൽ ഞാനിതൊക്കെ തുടക്കത്തിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് എന്ന് ബിന്നി പറയുന്നുണ്ട്. ബിന്നി ആക്ച്വലി എല്ലാവരും ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനെ കുറിച്ചും ബിന്നിക്ക് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ടാണ് അവരൊരു ഗ്രൂപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് പോകാത്തത്. അവർ ഇൻഡിവിജ്വലി അവർക്ക് കിട്ടിയിട്ടുള്ള ടാസ്ക്കൊക്കെ കൃത്യമായി ചെയ്യുക, ഗെയിം കൃത്യമായി കളിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സിൽ കൂടിയാണ് പാസ് ചെയ്തു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആര്യൻ തുടക്കം മുതലേ ഇമ്മച്ചുവർ ആണെന്ന് തനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ജിസേൽ വീണ്ടും പറയുന്നുണ്ട്, അല്ല ഒരു 4-5 ദിവസമേ ആയിട്ടുള്ളൂ, ആദ്യം വലിയ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെയാണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ജിസേൽ ബിന്നിയെ സെലക്ട് ചെയ്തത്? എനിക്ക് തോന്നുന്നു ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ബിന്നി ഇവിടെ കേട്ടത് ഒരു ഗ്രൂപ്പിൽ പോയി ചാടി കയറി അങ്ങനെ ചർച്ച ചെയ്യില്ല. ഒരു ആവശ്യം വരുമ്പോൾ ഗെയിമിൻ്റെ ആവശ്യത്തിന് അവരെടുത്ത് ഉപയോഗിക്കുമായിരിക്കും. പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന്, അതായത് ആര്യനെക്കുറിച്ച് ജിസേൽ കുറ്റം പറഞ്ഞ് നടക്കുന്നു എന്നുള്ളൊരു ഇമേജിൽ ബിന്നി അത് പുറത്തേക്ക് കൊടുക്കാനുള്ള ചാൻസ് കുറവാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ ഗേൾസ് ഗ്യാങ്ങിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് മൊത്തത്തിൽ ജിസേലിനോട് അത്ര വലിയ താല്പര്യമില്ലാതിരിക്കുന്ന സമയമാണ്. തൊട്ടടുത്ത ദിവസമൊക്കെ നമ്മൾ നല്ല കനത്ത വഴക്ക് കാണുന്നുണ്ട്. റെനയെ മാറ്റി നിർത്തിയാൽ ആ ഗേൾസ് ഗ്യാങ്ങിൽ ജിസേലിൻ്റെ സ്വീകാര്യത ഒരല്പം കുറവാണ്. മാത്രമല്ല അവരെവിടെയെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ, ഗ്രൂപ്പിൽ ഡിസ്കഷൻ ആവാനൊക്കെ സാധ്യതയുണ്ട്. ആണുങ്ങളുടെ ഗ്യാങ്ങിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും അവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ആര്യനെ എല്ലായിടത്തും മിങ്കിൾ ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. മാത്രമല്ല ലാലേട്ടൻ്റെ സംസാരത്തിൽ നിന്ന് ലാലേട്ടനാണെങ്കിലും ബിഗ് ബോസിനാണെങ്കിലും പ്രേക്ഷകർക്കാണെങ്കിലും ആ ഒരു ഗ്രൂപ്പുകളോട് താല്പര്യമില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ബിന്നി ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്ത് ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുന്ന, അല്ലെങ്കിൽ ആ അഭിപ്രായം കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളാണ്. ഈ എക്സ്റ്റേണലി വിഷയം പോകാതിരിക്കുകയും എക്സ്റ്റേണലി ഇൻഫ്ലുവൻസ് ആവാതിരിക്കുകയും ജിസേലിനെ ജഡ്ജ്മെൻറ്റിൽ അല്ലാതെ നോക്കുകയും ജിസേലിന് നല്ലൊരു ഇമേജ് ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ ജിസേലിൻ്റെ ബിന്നി എന്ന് പറയുന്ന ആ ചോയ്സ് സേഫ് ആണെന്ന് പറയാം. അത് കഴിഞ്ഞ് അപ്പാനി ശരത്തും അക്ബറും ജിസേലും റെനയും കൂടി ഇരിക്കുന്ന ഒരു ഡിസ്കഷൻ ഉണ്ട്. അവിടെ വെച്ചിട്ട് അപ്പാനി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ അക്ബറിനോട് പറയുന്നത്, എന്നേക്കാൾ കൂടുതൽ ഈ ചതി വരുന്നതൊക്കെ നിനക്ക് മനസ്സിലാവും, നീ ഒരു ഗെയിമറാണ് എന്നുള്ള രീതിയിൽ അക്ബറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അക്ബർ പറയുന്നത്, അക്കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും മണ്ടന്മാരാണ്, ചതി എവിടുന്ന് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ഉള്ളിൽ കൊള്ളിച്ച് പറഞ്ഞതാണോ എന്നുള്ളത് അക്ബറിൻ്റെ ഇതുവരെയുള്ള പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ പണി പല വഴിക്കും വരും എന്ന് പറയുന്ന ഒരു ധാരണയിലേക്ക് അക്ബർ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷാനവാസ് പറഞ്ഞ ഈ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വെക്കുമ്പോൾ അക്ബർ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അപ്പാനി ബീയിങ് ക്ലാസിക്കൽ ശരത് അപ്പാനി, ഞാൻ കളം മാറ്റി കളിക്കാൻ പോയി, ഇനി ഞാൻ ഇറങ്ങി കളിക്കാൻ പോവുകയാണ്, എവിടം വരെ പോകുമെന്ന് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, ഇനി ഞാൻ കളിക്കും എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഗ്രൂപ്പ് ഫോമായി വരുന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. അബിയും ഒനിയിലും ഷാനവാസുമാണ് ആ ഗ്രൂപ്പിലുള്ളതെന്നും ഷാനവാസ് ഈ രാവിലെ കുറച്ച് നേരം നടക്കാൻ ഇറങ്ങുമ്പോൾ മാത്രമാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. അപ്പം അപ്പാനി ശരത്ത്, ഞാൻ കർമ്മയിലാണ് വിശ്വസിക്കുന്നത്, ഞാൻ എന്തെങ്കിലും മോശം ചെയ്താൽ എനിക്ക് മോശം അനുഭവം ഉണ്ടാവും, എന്നോട് ആരെങ്കിലും മോശം ചെയ്താൽ അവർക്ക് കർമ്മഫലം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ റെനയും ശരിവെക്കുന്നുണ്ട്. എന്തായാലും അക്ബറിന് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ നടക്കുന്ന കാര്യങ്ങൾ, സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. പുള്ളി അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെ അത് ശ്രദ്ധിക്കണമെന്ന് പ്ലാൻ ചെയ്ത് വന്ന പോലെയുണ്ട്. കാരണം അക്ബർ പറയുന്നത് ഈ 2 എപ്പിസോഡിലും അഭി വന്നിട്ടില്ല. അതായത് അഭിയെ ഒരു വലിയ ഡിസ്കഷൻ പോയിൻ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ നല്ലത് പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും എണീപ്പിച്ച് നിർത്തി പുകയ്ക്കാനാണെങ്കിലും അയാൾ പുറത്ത് ചർച്ചയായിട്ടുണ്ടാവണം. അപ്പോൾ അഭിയെ 2 എപ്പിസോഡിലും അങ്ങനെ എണീപ്പിച്ച് നിർത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അഭി പുറത്തധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ധാരണയിലേക്ക് അക്ബർ വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും അപ്പാനി ശരത്ത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ഒരു ഡിസ്കഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അവൻ പത്തി താഴ്ത്തി കളിക്കുകയാണ്. പത്തി വിടർത്തി വരുമ്പോഴത്തേക്ക് ഞാനൊരൊറ്റ എന്ന് പറയുന്ന ബീയിങ് ക്ലാസിക്കൽ അപ്പാനി ശരത്ത്. ആദില നൂറയുടെ ഡിസ്കഷനിൽ നിന്ന് മനസ്സിലാവുന്നത് അക്ബറിൻ്റെ ഫാമിലി മെമ്പർ ഫോൺ കോൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്കെന്തോ വളരെ വിഷമമുണ്ടാകുന്ന ഒരു സെൻറ്റൻസ് ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ നമ്മളാരും അത് ഈ 1 hour എപ്പിസോഡ് പരിപാടിയിൽ കണ്ടിട്ടില്ല. അതെന്താണ് പറഞ്ഞതെങ്കിലും ഞാൻ വെറുതെ ആഗ്രഹിച്ചു വേണം അവർ രണ്ടുപേരും വളരെ സങ്കടത്തിലിരുന്ന് ആ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അക്ബർ ഒന്ന് തിരിച്ച് പറഞ്ഞിരുന്നെങ്കിൽ, നമ്മൾ അവരെ അങ്ങനെ വിലയിരുത്താൻ പാടില്ല, അവർ രണ്ടുപേരും നല്ല ഹ്യൂമൻ ബീയിങ്സ് ആണ്, നന്നായിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത്, നമുക്ക് നല്ല സുഹൃത്തുക്കളാക്കാൻ പറ്റുന്ന ആളുകളാണ് എന്നൊക്കെ തിരിച്ചൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അത് അവർക്ക് കൊടുക്കുന്നൊരു ബൂസ്റ്റ്, ആ ഒരു കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന ഒരു വലിയ ബൂസ്റ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സംഭവിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ അക്ബറിനെ സംബന്ധിച്ച് അക്ബർ ഒന്നാമത് വളരെ ബ്രേക്കായി പോയിട്ടുണ്ടായിരുന്നു ഉമ്മയോടുള്ള സംസാരത്തിൻ്റെ സമയത്ത്, കൺഫ്യൂസ്ഡ് ആയിരുന്നു വല്ലാണ്ട്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അവരുടെ കമ്മ്യൂണിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഓപ്പണായി ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. എന്നാലും നമ്മൾ കുടുംബം പോലെ കണ്ട ആളുകൾ നമ്മളെ അങ്ങനെ കണ്ടില്ലല്ലോ എന്ന് പറയുന്നൊരു വിഷമം അത് നൂറയുടെയും ആദിലയുടെയും സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടുപേരും വളരെ സങ്കടത്തിലായിരുന്നു. ആ സങ്കടവും കൂടി കണ്ടുകൊണ്ടാണ് ആ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത ദിവസത്തിലേക്കാണ് പോവുക. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാ വീഡിയോയിലും പറയുന്ന അതേ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇവരെല്ലാവരെയും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആക്രമിക്കുക, അവരുടെ വീട്ടുകാരെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ട്രോള്, മീം, സൈബർ ബുള്ളിങ് പരിപാടികളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നൊന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.